നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഇന്ത്യയൊട്ടാകെയുള്ള യുവജനങ്ങൾ പോരാട്ടത്തിനിറങ്ങിയതിനു പിന്നിലെ കാരണം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പാറ്റാ പ്രയോഗമായിരുന്നു. സുപ്രീം കോടതിയിൽ മെയ് 15 തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുമ്പോഴുണ്ടായ വാദപ്രതിവാദങ്ങൾക്കിടെ ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പരാമർശം നടത്തി. അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: നമ്മുടെ സമൂഹത്തിൽ പാറ്റകളെപ്പോലെയുള്ള യുവാക്കളുണ്ട്. അവർ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അലഞ്ഞു തിരിയുന്ന പാറ്റകളെപ്പോലെയായി മാറിക്കഴിഞ്ഞു. അവർക്കൊരു തൊഴിലും ലഭിക്കുന്നില്ല. അവരിൽ ചിലർ ജേർണലിസത്തിലേക്ക് പോകുന്നു, ചിലർ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നു, ചിലർ വിവരാവകാശ പ്രവർത്തകരാകുന്നു, മറ്റു ചിലർ മറ്റ് ആക്ടിവിസ്റ്റുകളാകുന്നു. അങ്ങനെ അവർ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങുന്നു. കോടതിയിലെ വാദത്തിനിടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് വാദിച്ച അഭിഭാഷകനോട് മറുപടിയായാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. താൻ നടത്തിയ പാറ്റ എന്ന പ്രയോഗം രാജ്യത്തെ യുവാക്കളെ ഉദ്ദേശിച്ചല്ലെന്നും വ്യാജ ബിരുദം നേടി അഭിഭാഷകരാകുന്നവർക്കെതിരെയാണെന്നും തിരുത്തുമായി ചീഫ് ജസ്റ്റിസ് രംഗത്തെത്തി. താൻ മൊത്തം യുവാക്കളെയും കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം രാജ്യത്തെ യുവാക്കളിൽ നിന്നാണ് താൻ ഊർജ്ജം ഉൾക്കൊള്ളുന്നതെന്നും അവർക്കായി സുപ്രീം കോടതിയുടെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കി. തന്റെ പ്രസ്താവനകൾ വലിയ രീതിയിൽ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ചീഫ് ജസ്റ്റിസ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. താൻ നടത്തിയ വിവാദ പരാമർശം യുവതലമുറയെ ആകെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും തട്ടിപ്പിലൂടെയും വ്യാജ ബിരുദങ്ങളിലൂടെയും അഭിഭാഷക വേഷമണിയുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തന്റെ വാചകങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് വ്യക്തത വരുത്തുന്നതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സുപ്രീം കോടതി എപ്പോഴും യുവതലമുറയെ സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും അവരുടെ പങ്കാളിത്തത്തെയും കഴിവുകളെയും ആദരിക്കുന്നുവെന്നും അദ്ദേഹം അഭിമുഖത്തിൽ അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച കോൺഗ്രസ് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ രംഗത്ത്. ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മീറ്റിംഗിൽ വെച്ച് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അഭിജിത് ദീപ്കയുടെ പ്രതികരണം. ചോദ്യപേപ്പർ ചർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ പരിഹാരം ഇതാണോ എന്നാണ് CJPയുടെ ചോദ്യം. എല്ലാ മന്ത്രിമാരും ഇൻസ്റ്റഗ്രാമിൽ സജീവമാകണം, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യണം, ട്വിറ്ററിൽ മാത്രമായി ഒതുങ്ങരുത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കണ്ടെത്തിയ പ്രശ്നപരിഹാരമെന്ന് അഭിജിത് ദീപ്കെ പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം 102 മില്യണായി. ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ 10 ലക്ഷത്തിന്റെ വർധന ഒറ്റയടിക്കുണ്ടായി. ഇക്കാര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭ യോഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തത വരുത്തുകയും ചെയ്തു. യുവതലമുറയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എക്സ് പ്ലാറ്റ്ഫോമിനേക്കാൾ ഇൻസ്റ്റഗ്രാമാണ് കൂടുതൽ ഫലപ്രദമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ റീലുകളും തത്സമയ സംവാദങ്ങളും ചെയ്ത് പുതിയ തലമുറയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ മന്ത്രിമാരോടും എംപിമാരോടും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പിന്നാലെ പ്രധാനമന്ത്രി വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോയുമായി രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നന്ദി സുഹൃത്തുക്കളെ, കഴിഞ്ഞ രാത്രി നിങ്ങളെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. നിങ്ങൾ ആ വീഡിയോയോട് പ്രതികരിച്ച രീതിക്കും പോസിറ്റീവായ നിർദ്ദേശങ്ങൾ അയച്ചു തന്നതിനും എല്ലാവർക്കും നന്ദി. എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം നിലനിൽക്കും. നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്യും എന്നാണ് പ്രധാനമന്ത്രി വീഡിയോയിൽ പറഞ്ഞത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വ്യാഴാഴ്ച രാത്രി 11:52 ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ 308 മില്യണിലേറെ പേർ ഇതിനകം കണ്ടുകഴിഞ്ഞു. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന ബില്ല് അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ ഇല്ലയോ എന്ന വീഡിയോയിൽ പരാമർശമില്ല. സുഹൃത്തുക്കളെ, ചോദ്യപേപ്പർ ചോർച്ച ഒരു സാധാരണ വിഷയമല്ലെന്ന് എനിക്കറിയാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇത് വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ചോദ്യപേപ്പർ ചോർച്ച സംഭവങ്ങൾക്ക് പിന്നാലെ സർക്കാർ അതിവേഗം നടപടിയെടുത്തു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2.5 മാസത്തിനിടെ നിരവധി സുപ്രധാന നടപടികൾ സ്വീകരിച്ചു. കുറ്റവാളികളെ പിടികൂടി. അവരിപ്പോൾ ജയിലിലാണെന്നാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം സർക്കാർ അംഗീകരിക്കില്ലെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. മറ്റാവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉച്ചയ്ക്കുള്ള ചർച്ചയിൽ CJPയെ കേന്ദ്ര സർക്കാർ അറിയിക്കും. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയാൽ കൂടുതൽ സമരങ്ങൾക്കിടയാക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ രാജിയില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധമെന്ന CJP പ്രഖ്യാപിച്ചിരുന്നു. 24 മണിക്കൂറിൽ പാർലമെന്റ് മാർച്ച് വീണ്ടും തുടങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. CJP പ്രതിനിധികളുമായി സർക്കാരിന്റെ നിർണായക ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കാതെ വീണ്ടും ധർമ്മേന്ദ്ര പ്രധാനെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുമോ എന്നതാണ് പ്രധാനമായും രാജ്യം ഉറ്റുനോക്കുന്നത്. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് RSS മേധാവി മോഹൻ ഭഗവത് പ്രതികരിച്ചിരുന്നു. സമവായവും ചർച്ചയുമാണ് വേണ്ടതെന്നും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.